തിരുവല്ലയിൽ മകനെ മറയാക്കി അച്ഛൻ MDMA വിൽപ്പന നടത്തിയെന്ന വാർത്തയിൽ വൻ ട്വിസ്റ്റ്. കുട്ടിയെ ലഹരിക്കടത്തിനായി ഉപയോഗിച്ചുവെന്ന കേസ് പോലീസ് കെട്ടുകഥയെന്ന് അമ്മ. തെളിവായി പോലീസ് അമ്മയിൽ നിന്നും പരാതി എഴുതി വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ലഹരിക്കടത്തിൽ കുട്ടിയെ ഉപയോഗപ്പെടുത്തിയ പോലീസ് നടപടിക്കെതിരെ പ്രതിയുടെ ഭാര്യ CWCക്ക് പരാതി നൽകി. 2 ദിവസം മുൻപാണ് 10 വയസ്സുകാരനായ മകനെ മറയാക്കി MDMA കടത്തിയ പ്രതിയെ പോലീസ് പിടികൂടിയെന്ന വാർത്ത പുറത്തുവരുന്നത്. ഈ കേസിനെക്കുറിച്ച് തിരുവല്ല DYSP മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ: അദ്ദേഹത്തിൻ്റെ കുട്ടിയെ ഉപയോഗപ്പെടുത്തി കുട്ടിയുടെ ദേഹത്ത് ഒട്ടിച്ചു വെക്കും MDMA എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയേക്കുന്നത്. ഈ ഡ്രഗ്സ് ഇയാൾ വിപണനത്തിനായിട്ട് ഇദ്ദേഹത്തിൻ്റെതായ കുറേ ശൃംഖലകളുള്ളതെന്നുള്ള സൂചനയുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുകയാണ്. ഈ സോഴ്സ് എവിടെ നിന്നാണ് ഇയാൾ വാങ്ങുന്നത്, നിലവിൽ കിട്ടിയ ഇൻഫർമേഷൻ ഞങ്ങൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. സോഴ്സ് കളക്ട് ചെയ്തിട്ട് സോഴ്സ് കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയും അതിനുള്ള സ്പെഷ്യൽ ടീമും രൂപീകരിച്ചിട്ടുണ്ട്. വാർത്ത കേട്ടയുടൻ കുട്ടിയെ ലഹരിക്കടത്തിനായി ഉപയോഗിച്ചിട്ടില്ലെന്നും പ്രസ്താവന തിരുത്തണമെന്നും ആവശ്യപ്പെട്ട് പ്രതിയുടെ ഭാര്യ പോലീസിനെ സമീപിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം പ്രതിയുടെ ഭാര്യയുടെ വീട്ടിൽ പോലീസ് എത്തി. വാർത്ത മാധ്യമങ്ങൾക്ക് പറ്റിയ പിഴവാണെന്ന് പറയുകയും മൊഴി എഴുതി വാങ്ങുകയും ചെയ്തുവെന്നാണ് പ്രതിയുടെ ഭാര്യയുടെ പരാതി. പത്രക്കാരന് പറ്റിയ അബദ്ധമാണ്. അതിനെ ബാലൻസ് ചെയ്യാനും അവനൊരു പണി കൊടുക്കാനും വേണ്ടിയത് ചെയ്യുന്നു. നാളെ ഇതൊരു വലിയ വാർത്തയാവും. ബാലനീതി നിയമപ്രകാരം പ്രതിക്കെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി മൊഴിയെടുക്കാൻ കുട്ടിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോഴാണ് കുട്ടിയുടെ അമ്മ കൂടുതൽ വിവരങ്ങൾ അറിയുന്നത്. പോലീസിന്റെ കെട്ടുകഥ മറച്ചുവെക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള നീക്കമാണിതെന്നും നടപടി വേണമെന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം എന്റെ കുഞ്ഞിനെ കൊണ്ട് പോയിട്ടില്ല. എന്റെ കുഞ്ഞിനെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ ഹസ്ബൻഡ് കൊണ്ടുപോയാലും അതിന് ജസ്റ്റ് അതും ഇത്രയും നാളായിട്ട് ഈ പിണങ്ങി പിരിഞ്ഞ പിന്നെ ആള് കണ്ടിട്ട് പോലുമില്ല എന്റെ കുഞ്ഞിനെ. പോലീസുകാർ വന്നിട്ട് പിന്നെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞതാ, എന്റെ മോന്റെ ദേഹത്ത് ഒട്ടിച്ചിട്ടില്ലെന്നും എന്റെ മോനെ കൊണ്ട് ജ്യൂസ് കുടിക്കാൻ പുള്ളിക്കാരൻ പോയതാ. അത് ഞങ്ങൾ തമ്മിൽ 1 വർഷമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഞങ്ങൾ പിണങ്ങി താമസിക്കുക. ഞാൻ ഡിവോഴ്സിന് ഓൾറെഡി കൊടുത്തിട്ടുള്ളതാ. വിവാഹമോചനത്തിന്റെ നടപടികൾ നടക്കുന്നതിനാൽ 1 വർഷമായി പ്രതിയും ഭാര്യയും പിരിഞ്ഞു താമസിക്കുകയാണ്. കുട്ടി അമ്മയ്ക്കൊപ്പമാണ് താമസം. ലഹരിക്കടത്തുമായി കുട്ടിയെ ബന്ധിപ്പിക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ അമ്മ CWCക്ക് പരാതി നൽകി. എഴുതിയെടുത്ത മൊഴി വായിച്ചു നോക്കാൻ പോലീസ് അവസരം തന്നില്ലെന്നും അമ്മയുടെ പരാതിയിലുണ്ട്. MDMA കേസിലെ തുടർ നടപടികളിൽ നിന്നും കുട്ടിയെ ഒഴിവാക്കണമെന്നും നടപടി വേണമെന്നുമാണ് അമ്മയുടെ ആവശ്യം. CWCക്ക് നൽകിയ പരാതി നിലവിൽ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.